ഹലോ മലയാളി മക്കളെ, വണക്കം. ഇന്നത്തെ എപ്പിസോഡിൽ രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് പാപ്പഡ് മാസ്റ്റർ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആരൊക്കെയാണ് പാപ്പഡ് ബൊമ്മ എന്നൊന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതായത് വേറെ ഒരാൾ പറയുന്നത് വെച്ച് അതിൻ്റെ ബേസിൽ തന്നെ കളിക്കുക, അതിൻ്റെ ബേസിൽ നടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ദർശിക വന്നിട്ട് ദീപക്കാണ് മാസ്റ്റർ എന്ന് പറയുന്നത്, വിശാൽ വന്നിട്ട് ജാക്ലിനാണ് മാസ്റ്റർ എന്ന് പറയുന്നത്, പവിത്ര വന്ന് മുത്തുകുമാറും ദീപക്കുമാണ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആനന്ദി വന്ന് ദീപക്കിനെ പറയുന്നുണ്ട്, മഞ്ചേരി ആനന്ദിയെ പറയുന്നുണ്ട്, ജാക്ലിൻ വിശാലിനെ പറയുന്നുണ്ട്, സൗന്ദര്യ ദീപക്കിനെ പറയുന്നുണ്ട്, അൻഷിത മുത്തുകുമാറിനെ വന്ന് മുത്തു വന്ന് റാണവിനെ പറയും. ഇതെല്ലാം പാപ്പട്ട് മാസ്റ്ററാണ്. ഇതിൻ്റെ പാപ്പട്ട് ബൊമ്മകൾ എന്ന് പറയുന്നത് സൗന്ദര്യമുണ്ട്, ജാക്ലിനുണ്ട്, വിശാലുണ്ട്, രഞ്ജിത്തുണ്ട്, അരുണുണ്ട്, ദർശികയുണ്ട്, അങ്ങനെ എല്ലാവരെയും പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു ഫൺ മോഡലായിരുന്നു, നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി ക്യാപ്റ്റൻസി, അപ്പം എല്ലാവർക്കും രാവിലത്തെ അതായത് ഡാൻസ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾക്ക് റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് 2-3 കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് റെസ്റ്റ് റൂമിൽ പോകണം, എന്നാൽ പോലും നിങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്യാപ്റ്റൻസിയെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മോന്തൊക്കെ അടിച്ച പോലെ പറയുക, അല്ലാതെ അതിലപ്പം ഞാൻ വലിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പവിത്ര മറ്റേ ഫ്രിഡ്ജിൻ്റെ കേസ്, ഇന്നലത്തെ ഫ്രിഡ്ജിൽ ഇങ്ങനെ തുറന്നിട്ടപ്പോഴത്തേക്ക് അത് തുറക്കരുത് എന്ന് പവിത്രയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പറഞ്ഞിരിക്കുന്നത് കിച്ചൺ ഇൻചാർജിനോട് ഒന്ന് ഇൻഫോം ചെയ്യേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നലെ പവിത്രയോട് പറഞ്ഞ് തുടരുത് എന്നാണ്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതേപോലെ എല്ലാത്തിനും കൺട്രോളായിട്ടാണ് ദീപക് ഉള്ളത്, അതേ ക്യാപ്റ്റൻ ഉള്ളത്. നമ്മുടെ വീടാണ്, അല്ലാതെ നമ്മൾ വേറൊരാളുടെ വീട്ടിലല്ലല്ലോ, നമ്മുടെ വീടല്ലേ, അപ്പം ഇത്ര കൺട്രോളിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കാണ് സാച്ചിന വന്നിട്ട് ആദ്യമേ ടോയ്ലറ്റിൽ പോകുന്നുണ്ട്, പിന്നെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫ്ലവർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫ്ലവർ കട്ട് ചെയ്യുക, അതായത് ഡിഫെൻസ് മോഡാണ്, നമ്മളെ പറയാൻ സമ്മതിക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരൻ പറയുന്നതാണ് കേൾക്കേണ്ടതെന്നാണ്. അത് ഒന്നല്ല, ഒത്തിരി തവണ പറഞ്ഞു. അത് കാരണം ക്യാപ്റ്റൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണ്, അതാണ് ഞങ്ങൾ ഫ്ലവർ കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, അത് പറഞ്ഞാൽ മതിയല്ലോ, അത്രയും ചെറിയ റീസണിന് ഫ്ലവർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അതങ്ങനെ തീരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അരുൺ പറയുന്നുണ്ട് ഈ പെണ്ണ് എന്നിട്ട് ഈ സാച്ചിനെ എന്നിട്ട് വേണം. അപ്പം ഞങ്ങളിവിടെ റെസ്റ്റ് റൂമിൽ പോലും പോകാതെ ക്യാപ്റ്റൻ പറഞ്ഞതിൻ്റെ ബേസിൽ ഇവിടെ ഇരിക്കുകയാണ്. ഇത് വരുന്നു, ആദ്യമേ പോയി വന്നു, പിന്നെ അതിനെ കട്ട് ചെയ്തു പോകുന്നു, എന്തോന്ന് ഇത് ഞങ്ങളെല്ലാം മര്യാദ കൊടുത്ത് പിടിക്കുമ്പോൾ ഈ കുട്ടിയെന്ന് എങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അറിവ് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദീപക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സൗന്ദര്യം പവിത്രയും കൂടെ ഒരു ടാർഗറ്റ്, അതായത് ഒരു എന്താണ് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് സൗന്ദര്യക്ക് ഈ പാപ്പട്ട് മാസ്റ്ററിനെ പറയുമ്പം അതിനകത്ത് ദീപക്കിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആ ഫ്രിഡ്ജിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ എന്തിനാണ് പറഞ്ഞതെന്നാണ് പവിത്ര ചോദിക്കുന്നത്. ഞാൻ നിന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യം എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അതിന് നല്ല രീതിയിൽ തന്നെ ആർഗ്യുമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ഈ വീക്കിലെ ടാസ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ട് വീണ്ടും ടാസ്കുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുതിയ റൂൾ വന്നിരിക്കുകയാണ്, വെളിയിൽ നിൽക്കുന്നവർക്ക് ഡിഫെൻസ് ചെയ്യാം. അതായത് പാവ എടുക്കാൻ പാടില്ല, ബൊമ്മ ഹൗസ് കയറാൻ പാടില്ല, ആ ടബിനകത്ത് കയറാൻ പാടില്ല, പക്ഷേ ഡിഫെൻഡ് ചെയ്യാം, അവരെ അങ്ങോട്ട് വിടാതെ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ റയ്യാന് മുത്തുകുമാർ, റാണവ്, ജാക്ലിൻ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവുന്നുണ്ട്. അതായത് റയ്യാന് വന്നിട്ടാണെങ്കിൽ റാണവിനെയൊക്കെ പിടിച്ചു വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ജെഫ്രിയെ പിടിച്ച് അമക്കുന്ന കാണിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് റയ്യാനെ മുത്തുകുമാർ ഭയങ്കര രീതിയിൽ പിടിക്കുന്നുണ്ട് മഞ്ചരിക്ക് വേണ്ടിയിട്ട്. പിന്നെ റാണവ് ജാക്ലിനെ നോക്കി ഒരു മോശം വേട് പറയുന്നുണ്ട്. അത് ഏറ്റു പിടിച്ച് സൗന്ദര്യയും ജാക്ലിനും എല്ലാം കൂടെ എതിർക്കുന്നുണ്ടെങ്കിലും അവസാനം ജാക്ലിൻ സോറി പറയുന്നുണ്ട്. ഞാൻ നല്ലൊരു അടി കൊടുത്തിട്ട് സോറി പറഞ്ഞാൽ നീ അതേക്കുമെന്നൊക്കെ ജാക്ലിനും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരു സ്പോൺസർ ടാസ്ക് ആണ് സേറയുടെ, അതായത് 5 പേരടങ്ങുന്ന 3 ഗ്രൂപ്പ്. അതിൽ രണ്ട് കാറ്റഗറി പെർഫോം ഉണ്ട്. അതായത് ഒന്ന് സ്റ്റൈൽ ടു സ്റ്റൈൽ ഇതാ, പിന്നെ അതേപോലെ സേറ പഞ്ച് എന്ന് പറയുന്ന ഒരു ടാസ്കും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും പേര് പങ്കെടുത്തതിൽ വിശാൽ, സത്യ, സാച്ചന, റാണവ്, അരുൺ ഇത്രയും പേര് അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. 5000 രൂപ വകയുള്ള ഗിഫ്റ്റ് വൗച്ചറും പിന്നെ 10000 രൂപയുടെ എന്തോ ഒരു വൗച്ചറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നാളെ ബാക്കി ഇനി 5 പേരുണ്ട്. 5 പേരിൽ നാളെ ആരാണ് വിൻ ചെയ്യുന്നത് അറിയത്തില്ല, നാളെ അറിയാം. അവർക്ക് എന്താണ് നോമിനേഷൻ ഫ്രീ കിട്ടും, ആരാണെന്ന് അറിയാം. ആരോട് വിട്ടുകൊടുക്കുന്ന മോഡിലാണ് നിൽക്കുന്നത്. എന്നാൽ പോലും വീക്കിലെ ടാസ്കിൻ്റെ എൻഡിങ് ഡേ ആണ്. നാളത്തെ കഴിഞ്ഞ് സേതുപതി സാറിൻ്റെ എപ്പിസോഡാണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം കേട്ടോ.